ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഓറിക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി ഭാവന ചുമതലയേറ്റു. ഓറിക്സ് ബിൽഡേഴ്സിന്റെ തൃശൂരിലുള്ള ഓഫീസിലെത്തി ഭാവന കരാറിൽ ഒപ്പുവെച്ചു. ഓറിക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത്, മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രൻ, ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂരിൽ നാളെ 400-നടുത്ത വിവാഹങ്ങൾ നടക്കുന്നതിനാൽ വിവാഹ പാർട്ടിയുടെ കുത്തൊഴുക്ക് ഉണ്ടാകുമെന്ന് കരുതുന്ന ഞായറാഴ്ച ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കി. നഗരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവേശിക്കുന്ന വാഹനങ്ങൾ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും കർശനമായി വൺ വേ സമ്പ്രദായം പാലിക്കേണ്ടതാണ് എന്ന് MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും നഗരസഭാ അധികൃതരുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും യോഗം ആവശ്യപ്പെട്ടു. ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി സെപ്റ്റംബർ 8-ാം തീയതി ഞായറാഴ്ച ഏകദേശം 400-നടുത്ത വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ജനസഹസ്രങ്ങളാണ് ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തുക. റോഡരികിലെ 2 വീലർ അടക്കമുള്ള എല്ലാ വാഹനങ്ങളുടെയും പാർക്കിംഗ് കർശനമായി നിരോധിച്ചു. ഗുരുവായൂരിൽ നിന്നും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ പടിഞ്ഞാറേ നടയിലെ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള മായ ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തേണ്ടതും വൺ വേ സമ്പ്രദായത്തിൽ തിരികെ എത്തിച്ചേരേണ്ടതുമാണ്. ചാവക്കാട് ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ മുതുവട്ടൂർ വഴി പടിഞ്ഞാറേ നടയിലെ മായ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരേണ്ടതാണ്. കുന്നംകുളം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ മുതുവട്ടൂർ, പടിഞ്ഞാറേ നട, കൈരളി ജംഗ്ഷൻ വഴി ഔട്ടർ റിംഗ് റോഡ് ചുറ്റി മായ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരേണ്ടതാണ്. സ്വകാര്യ വാഹനങ്ങൾ നഗരസഭയുടെ ഔട്ടർ റിംഗ് റോഡിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററിലും കിഴക്കേ നടയിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററിലും മറ്റു പാർക്കിംഗ് കേന്ദ്രങ്ങളും വിനിയോഗിക്കേണ്ടതാണ്. ടൂറിസ്റ്റ് ബസ്സുകൾ നഗരസഭയുടെ കിഴക്കേ നടയിലെ സത്യാഗ്രഹ സ്മാരക പാർക്കിംഗ് ഗ്രൗണ്ടിലും പാർക്കിംഗ് ചെയ്യേണ്ടതുമാണ്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ N കൃഷ്ണദാസ്, ഗുരുവായൂർ ACP TS ഷിനോജ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, നഗരസഭാ കൗൺസിലർമാരായ KP ഉദയൻ, ശോഭ ഹരിനാരായണൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G അജയ്കുമാർ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.